നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ബൈൻഡിങ് ദ സ്ട്രോങ് മാൻ എന്ന വിഷയത്തിൻ്റെ 5ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് രാത്രി ചെയ്യുന്നത്. ആമേൻ. നമുക്കറിയാം, ഏത് നല്ല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും ശക്തമായ എതിർപ്പുകളുണ്ടാകും. അതിൻ്റെ അർത്ഥം നാം ചെയ്യുന്നതിന് എന്തോ ദോഷമുണ്ടെന്നല്ല, അതിന് എതിര് നിൽക്കുന്ന എന്തോ ഒരു ശക്തിയുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ഒന്ന് തുറന്നു പറയുമ്പോൾ തന്നെ സഹിക്കാൻ കഴിയാത്ത ആത്മമണ്ഡലത്തിലുള്ള എതിർപ്പിൻ്റെ വ്യാപാരങ്ങളുണ്ട്. അതിനാണ് പൈശാചിക ശക്തികൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്കറിയാം, നിശ്ചയമായും ഇന്നും ഇത് വ്യാപരിക്കുന്നുണ്ട്. അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവൻ അടങ്ങിയിരുന്നുകൂടാ. അവിടെ ഇരുന്നു കൊണ്ട് എന്തെല്ലാം രീതികളിൽ തടസ്സപ്പെടുത്താമോ അതെല്ലാം ചെയ്യും. പക്ഷേ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതിനെ ജയിക്കുന്ന ഒരു ആത്മവ്യാപാരം ദൈവം ഇന്ന് രാത്രി നമ്മുടെ മേൽ പകർത്തുകയാണ്. യേശു കർത്താവ് അതിനെ ജയിച്ചവനാണ്. അവൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നമുക്ക് ജയമുണ്ട്. നാം ചിന്തിക്കാൻ പോകുന്നത്, ഇന്ന് രാത്രി ചിന്തിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ 1-2 കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരികയും ഇത് നാം പ്രാർത്ഥിച്ച ദൈവങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യും. ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച മുതൽ നമുക്ക് വേറൊരു സബ്ജക്റ്റിലേക്ക് കർത്താവ് നമ്മെ നയിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ആമേൻ. അതുകൊണ്ട് ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അല്പനിമിഷങ്ങൾ ഒന്ന് മാറിയിരുന്ന് ഈ ദൈവവചനത്തിന് വേണ്ടി ഒന്ന് കാതോർക്കണം. കാരണം നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട്. പക്ഷേ ഇത് നമ്മെ ജീവനെ ബാധിക്കുന്ന, ജീവിതത്തെ ബാധിക്കുന്ന ചില വിഷയങ്ങളാണ്. അതുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഒരുമിച്ച് വിടുതൽ പ്രാപിക്കാനായിട്ട് കഴിയും. ആമേൻ. സ്തോത്രം. മന്ന പെയ്തിറങ്ങുമ്പോൾ അത് അന്നന്ന് തന്നെ പറക്കിയാൽ അത് ആശ്വാസമായി തീരും. പിറ്റേന്നത്തേക്ക് ചിലപ്പോൾ അത് ക്രമിച്ചു പോകും, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഇപ്പോൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദ ഡോർവേസ് ഓഫ് ദി സ്ട്രോങ് മാൻ. ഈ ബലവാനായ വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. ആ ബലവാൻ മറ്റാരുമല്ല, നമ്മുടെ നന്മകളെ അടിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആമേൻ ബലവാൻ എന്ന് പറയുന്നവൻ ദുഷ്ടനായ പിശാച് തന്നെയാണ്. പക്ഷേ ഇവന് അകത്ത് കയറുന്നതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു എന്ന് ഞാനൊന്ന് ഓർപ്പിച്ചു, ഒന്ന് ടച്ച് ചെയ്യാനിടയായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ദ ഡോർവേസ് ഓഫ് ദ സ്ട്രോങ് മാൻ, ഈ ബലവാൻ എന്ന് പറയുന്ന ഈ ദുഷ്ടനായ പിശാച് ഒരു വ്യക്തിയുടെ അകത്ത് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ നന്മകൾ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വന്ന വഴി ഏതാ? ഇതറിഞ്ഞില്ലെങ്കിൽ നാളെയും ഇവനത് ചെയ്യും. അതുകൊണ്ട് വഴികളെ അടയ്ക്കുകയും കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. വഴികളെ മനസ്സിലാക്കണം. വന്ന വഴി എങ്ങനെയാണ് അവൻ കയറി വന്നത് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, നാട്ടിലൊക്കെ നമ്മുടെ കേരള നാടൻ പ്രദേശത്ത് നമുക്ക് പണ്ട് മരിച്ചീനി അല്ലെങ്കിൽ കപ്പ നടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു. ആ സമയത്ത് ചില എലികൾ, റാറ്റ്സ്, അത് മുകളിൽ നിന്ന് വന്നിട്ട് മാന്തിക്കൊണ്ട് പോവും. നമുക്ക് കണ്ടാൽ അറിയാം അത് ഇതുവഴിയാണ് വന്നത്, എവിടേക്കാണ് ദ്വാരം ഉണ്ടാക്കിയത്, മാളം ഉണ്ടാക്കിയത് എന്നൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. വേറെ ചിലത് അങ്ങനല്ല, ഭൂമിക്കടിയിലൂടെ കയറി വരും. അവനെയാണ് നമ്മളെ മലയാളികൾ തൊരപ്പനലി എന്ന് പറയുന്നത്. തൊരപ്പനലി വെളിയിൽ നിന്നൊന്നും കാണത്തില്ല, ഒരു പ്രശ്നവുമില്ല. ഈ മരിച്ചിനി ചെടി പോലും ഒരു കുഴപ്പമില്ല, അത് നല്ല തഴച്ച് നിൽക്കുക. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇന്ന് ഇവനെ നമുക്ക് കിളച്ച് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ കാണും, അനേകം ഇതിനകത്ത് കിഴങ്ങുകളൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇവനെ അങ്ങോട്ട് കിളച്ച് പൊക്കിയെടുക്കുമ്പം കാണാം മീശനാരി പോലെ അതിൻ്റെ വേരുകളല്ലാതെ വേറൊന്നുമില്ല. എന്താ പറ്റിയെന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഭൂമിക്കടിയിലൂടെ എങ്ങാണ്ടൊന്നൊക്കെ കയറി വന്ന തുരപ്പനലിയുടെ മാളങ്ങൾ കാണാൻ കഴിയും. തുരന്നു, തിന്നു, കൊണ്ടുപോയി. സ്തോത്രം. ഇനി അത് മാളം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ നാം അനുഭവിക്കേണ്ട നന്മകൾ, നാം പ്രാപിക്കേണ്ട ആത്മീയവും ഭൗതികമായ നന്മകൾ ഇങ്ങനെ ആരും അറിയാതെ ഇരുട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ട് പോകുന്നത് പോലെ കൊണ്ടുപോയെങ്കിൽ ഇന്ന് രാത്രി അതിനെ തിരിച്ചു പിടിക്കണം. സ്തോത്രം. ആമേൻ. തുരപ്പനലി കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല, കഴിഞ്ഞു, അത് തീർന്നു പോയി. എന്നാൽ കർത്താവ് ഒരു ആശ്വാസത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. അവനെ ജയിപ്പാൻ കഴിയുന്ന, അവനിലും സ്ട്രോങ്ങർ മാൻ, ജയിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ആമേൻ, കൊണ്ടുപോയത് മുഴുവൻ തിരിച്ചു കിട്ടുവാനിടയായി തീരും. താങ്ക് യു ലോർഡ്. അതാണ് നാം ഇന്ന് രാത്രി സന്തോഷത്തോടു കൂടി ചിന്തിക്കുന്നത്. അപ്പോൾ നാം അവനെക്കുറിച്ച് കണ്ടത്, അവൻ ഫുള്ളി ആംഡ്, അവൻ എല്ലാ ആയുധങ്ങളും കൊണ്ടായിരിക്കുന്നത്.
കാരണം അവനറിയാം ചിലപ്പോൾ പെട്ടെന്ന് യുദ്ധം കയറി വരും. നമ്മേക്കാളും ഭയങ്കര ഷ്രൂഡാണ് സാത്താൻ. ഹല്ലേലൂയ. അവനൊരു കാര്യം ചെയ്യുക മാത്രമല്ല, അവൻ്റെ വഴി അവന് സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടായാൽ എഴുന്നേറ്റ് യുദ്ധം ചെയ്ത് ജയിക്കേണ്ടതിന് വേണ്ടി അവൻ ആ യുദ്ധം പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. സ്തോത്രം. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, അവന് അരമനയുണ്ട്, ഫോർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ആ അരമനയും കൊട്ടാരത്തിനകത്താണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെ അവൻ്റെ എല്ലാ ആയുധങ്ങളും വെച്ചുകൊണ്ട് അതിനെ അരമന കാത്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇവന് ചില കിങ്കരന്മാരുണ്ടെന്ന് നമ്മൾ കണ്ടു. അവരും കൂടെ ചേർന്നാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സാത്താൻ മാത്രമല്ല ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നത്. യുദ്ധത്തിന് അനേകം അണികളുള്ളതുപോലെ സാത്താനും അതിൻ്റെ അധികാര വികേന്ദ്രീകരണങ്ങളുണ്ട്, ഹയറാർക്കിയുണ്ട്. അതനുസരിച്ച് ചെറിയ 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 ആ സ്പിരിറ്റുകളെ കൂടെ അവൻ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. അവരും കൂടെ വന്നിട്ട് ഒരു വലിയ സന്നാഹമായിട്ടാണ് യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ദാവീദിനോട് മറ്റുള്ള രാജാക്കന്മാരോടൊക്കെ യുദ്ധത്തിന് വേണ്ടി വന്നു, അവർ യുദ്ധത്തിന് പോയി എന്നൊക്കെ വായിക്കുന്ന ഭാഗത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത ജനസഹസ്രം എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കാറുണ്ട്. യുദ്ധത്തിന് വേണ്ടി നിരന്നിരിക്കുന്നത് കണ്ടു, അവർ ദൈവത്തോട് സഹായം ചോദിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അവരെല്ലാം മാംസഭുജങ്ങൾ കൊണ്ടുള്ള യുദ്ധമായിരുന്നു പഴയ നിയമത്തിലെങ്കിൽ. കർത്താവ് പറഞ്ഞു പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ യുദ്ധം എന്താണ്? ആത്മീയ യുദ്ധമാണ്. നമ്മളത് നേരത്തെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞു. ആമേൻ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. നമ്മൾ ആ വാക്യം കൊടുത്ത് വായിക്കുന്ന നല്ലതായിരിക്കും. ഒന്നുകൂടെ 2 Corinthians chapter 10 verse 4, 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അതാണ് നമ്മുടെ ഒരു ഇന്നത്തെ ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. മണ്ണ് ഭൂമി കൈവശമാക്കേണ്ടി വന്നു. എന്നാൽ നമ്മുടെ കാര്യം അങ്ങനല്ല. നാം ആരും ഒരു മനുഷ്യനോടും നമുക്ക് വൈരാഗ്യമില്ല, ഒരു മനുഷ്യനോടും ഒരു കുടുംബത്തോടും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ആരോടാ പ്രശ്നമുള്ളത്? ഈ മനുഷ്യരെ വഷളാക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളോട് നമുക്ക് പോരാട്ടമുണ്ട്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ, കാണുന്നതായ ആയുധങ്ങൾ വെച്ചുകൊണ്ട് ഇവരെ യുദ്ധം ചെയ്യാൻ പോകരുത്, പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് കാണാൻ കഴിയാത്ത സ്പിരിറ്റുകളെ, ഈ ദുർഭൂതങ്ങളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയാത്ത ആത്മാവിൻ്റെ സ്വർഗീയമായ ആയുധ പുരയ്ക്കകത്തുനിന്ന് ദൈവം തരുന്ന ആയുധങ്ങൾ എടുത്ത് അവനെ വെട്ടണം. എങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ആമേൻ. സ്തോത്രം. ഒരു ആയുധം, ഭൂമിയിൽ കാണുന്ന ആയുധം എടുത്തുകൊണ്ട് പോരാടിയാൽ ഒരിക്കലും ഒരു സ്പിരിറ്റിനെ കിട്ടത്തില്ല. അവനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആമേൻ, ഇവിടെ പറഞ്ഞിരിക്കുന്നു, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ഒരു ആയുധം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. ആമേൻ. കോട്ടകളെ ഇടിക്കാൻ, സ്തോത്രം, കോട്ടകളെ ഇടിക്കാനുള്ളതായ ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പുതിയ ആയുധം ധരിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്നു. സ്തോത്രം. ഓരോരുത്തരും കടന്നു ചെന്നേ പറ്റത്തുള്ളൂ. ആമേൻ. ഓരോരുത്തർക്കും എതിരായി നിൽക്കുന്ന ഓരോ സ്ട്രോങ് മാൻ ഉണ്ട്. അത് വേറെ ഒരാൾക്ക് അറിയത്തില്ല. നമ്മെ ദൈവം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഊസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം ആരാധിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം ദൈവസന്നിധി നെടുമ്പാട് വീഴുമ്പോൾ, എനിക്ക് എന്നാ പറ്റിയ കർത്താവ് ചോദിക്കത്തില്ലേ? എനിക്ക് മാത്രം എന്താ കുഴപ്പം ചോദിക്കത്തില്ലേ? എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രം എന്തുകൊണ്ടാണ്? എനിക്ക് മാത്രമല്ല, ഇത് എനിക്ക് മാത്രമാണ് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും സ്ട്രോങ് മാൻ ഉണ്ട്. ആ സ്ട്രോങ് മാനെ ജയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സ്തോത്രം. അതിനെ എവിടെയാണ് അവൻ കോട്ട കെട്ടിയിരിക്കുന്നത്? ആമേൻ. അവിടെ വായിക്കുന്നു, സങ്കല്പങ്ങളിലാണ് കോട്ട കെട്ടിയേക്കുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ഇമാജിനേഷൻ. മനുഷ്യന്റെ മനസ്സിനകത്ത് കയറി കോട്ട കെട്ടിയിട്ട് അതിനകത്ത് കയറിയിരിക്കുക. ആമേൻ. കോട്ട കെട്ടി, മനസ്സിനകത്ത് കോട്ട കെട്ടിയിട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത്, തലമുറകൾക്കകത്ത്, മനസ്സിനകത്ത് കയറിയിരിക്കുന്ന ചില ശക്തികളുണ്ട്. അതിനെ ആത്മാവിൽ ക്യാൻസൽ ചെയ്യാൻ, വെട്ടിമാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ആ കോട്ടയും കൊണ്ട് ആ മനുഷ്യനെയും കൊണ്ടുപോകും. അവൻ്റെ ജീവിതം വളരെ ദുരിതമായി തീരും. അതിനുവേണ്ടി അല്ല, കാഴ്ചക്കാരായിരിക്കാനല്ല ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്, യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം.
അതുകൊണ്ട് അവനതെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പ്രോജക്റ്റും വെച്ചുകൊണ്ടായിരിക്കുന്നേ. സ്തോത്രം. ലോകത്തിലെ മനുഷ്യൻ എങ്ങനെ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു അതിനേക്കാൾ മനോഹരമായി, വളരെ കൃത്യമായി ജയിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടാണ് സാധാരണ മറന്നു പോകരുത്. അതിനെയാണ് നമ്മൾ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുന്നത്. ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യന്മാരെയും വീഴിച്ച പരിചയമുള്ള, ആയിരക്കണക്കിന് വർഷങ്ങൾ പരിചയമുള്ള, മനുഷ്യനെ മുഴുവൻ തകർത്ത് കളയാൻ കഴിയുന്ന ഈ വൈരിയുടെ, അവനെ നല്ലവണ്ണം അറിയാം ഇവൻ എവിടെ വരെ വരും. നമ്മളെ ഓരോരുത്തരെയും കണക്ക് കൂട്ടി വെച്ചിരിക്കുക. ഇവൻ്റെ അപ്പൻ എവിടെ വരെ വന്നു, ഇവൻ്റെ അപ്പൂപ്പൻ എവിടെ വരെ വന്നു, ഇവൻ്റെ അമ്മ എവിടെ വരെ വന്നു, വലിയമ്മ എവിടെ വരെ വന്നു, ഈവൻ എവിടെ വരെ വരും. സ്തോത്രം. അതുകൊണ്ടല്ലേ ജ്യോതിഷമൊക്കെ അറിയാവുന്നവർ പറയത്തില്ലേ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയത്തില്ലേ, ഇവൻ്റെ നക്ഷത്രവുമായി ബന്ധത്തിൽ കാര്യങ്ങൾ പറയത്തില്ലേ, ജ്യോതിഷം കാര്യം പറയത്തില്ലേ. അവന് കുറച്ച് കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്. സ്തോത്രം. ഇവൻ എവിടെ വരെ പോകുമെന്ന് അവൻ അറിയാം. പക്ഷേ അതിനെ ജയിക്കുന്ന ഒരു ആത്മശക്തിയാണ് നമുക്ക് ഇന്ന് രാത്രി ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സാത്താൻ്റെ പേപ്പറിനകത്ത്, അവൻ്റെ കണക്ക് കൂട്ടർ, അവൻ്റെ കാൽക്കുലേറ്ററിനകത്ത് ഒതുങ്ങിപ്പോകാനുള്ള ഒരു അഭിഷേകമല്ല ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് അവൻ്റെ പദ്ധതികളെ തകിടം മറിക്കാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നാം ഇന്ന് രാത്രി അത് ചെയ്യാനായിട്ട് പോവുകയാണ് വേഗത്തിൽ. അടുത്തൊരു വിഷയമെന്ന് പറയുന്നത്, ഈ സ്ട്രോങ് മാന് ഭരണത്തിനൊരു പ്രദേശമുണ്ട്, ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. അവന് ഒരു പ്രത്യേക ഭരണ സംവിധാനമുണ്ട്. അവൻ ഭരിക്കുന്നൊരു പ്രത്യേക ഏരിയ ഉണ്ട്. വേറെ ഒരു ഏരിയയിൽ അവൻ അധികാരം നടത്താനായിട്ട് പറ്റത്തില്ല. എല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ, നമ്മുടെ പിതാവാം ദൈവത്തിനേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക്, ഈ പൈശാചിക ഭൂതാത്മാക്കൾക്ക്, അതുകൊണ്ടാണ് ഓരോരുത്തരെ ഏൽപ്പിച്ചേക്കുന്നത്, ഓരോ ഭൂതത്തെ ഏൽപ്പിച്ചേക്കുന്നത്. സ്തോത്രം. ഓരോ വ്യക്തികൾക്ക് ഓരോ പിശാചിനെ, ഓരോ കുടുംബങ്ങൾക്ക് ഓരോ പിശാചിനെ, ഓരോ ദേശത്തിന് ഓരോ പിശാചിനെ ഏൽപ്പിച്ചേക്കുക. എല്ലാം കൂടെ ഭരിക്കാൻ അവർക്ക് പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ചെയ്യുന്ന പരിപാടി, അവരുടെ ജൂറിസ്ഡിക്ഷനകത്ത്, അവരുടെ ഭരണ പ്രദേശങ്ങൾക്കകത്തിരുന്നു കൊണ്ട് മാത്രമേ അവന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അവരുമായിട്ട് പിന്നെ നല്ല പരിചയമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ മരിച്ചു പോയ ആൾക്കാരുടെ അതേ ആത്മാവാണെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് ജീവനുള്ള ദേഹത്ത് കയറിക്കൊണ്ട് സംസാരിക്കുമ്പോൾ മറ്റവർ പറഞ്ഞതുപോലെ പറയും. ഈ ആളിന് ഇതൊന്നും അറിയത്തില്ലായിരിക്കും, കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും, അതേ ടോണിൽ നിന്നുകൊണ്ട് പറയും. സ്തോത്രം. മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഹല്ലേലൂയ. കാരണം എന്താ? വർഷങ്ങൾ പരിചയമുണ്ട് ഇവരുമായിട്ട്. ഓ സ്തോത്രം. ഫെമിലിയർ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി തീർന്നു. ഇതെല്ലാം കണക്റ്റഡാണ്. പക്ഷേ ഇന്ന് രാത്രി ദൈവം നമ്മളെ യുദ്ധത്തിന് വേണ്ടി ബലപ്പെടുത്തുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇവനൊരു സ്ട്രാറ്റജി ഉണ്ട്, അതിനൊരു ടൈം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികളെ ഇന്ന ആണ്ടിൽ, ഇന്ന മാസം, ഇന്ന ദിവസം തട്ടിക്കളയണം, കൊന്നുകളയണം എന്നായിരിക്കും ചിലപ്പോൾ അവൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ വെച്ചിരിക്കുന്നത് വ്യക്തികളെ. സ്തോത്രം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ദിവസമാകുമ്പോൾ, ഒരു പ്രത്യേക വയസ്സാകുമ്പോൾ, ഇതിനപ്പുറം ക്രോസ് ചെയ്യാതിരിക്കേണ്ടതിന് അയക്കപ്പെട്ടിരിക്കുന്നൊരു ദുരാത്മാവുണ്ട്. അതാണ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേറെ ചിലർ കൊല്ലാൻ വേണ്ടി ആയിരിക്കത്തില്ല വിട്ടിരിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വന്ന അവൻ തന്നെ പോയി ആത്മഹത്യ ചെയ്യട്ടെ. ഒരിക്കൽ ഒരു കുടുംബത്തിനകത്തിന് ആത്മഹത്യ നടന്നാൽ റിപ്പീറ്റ് ചെയ്യേണ്ടതിന് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന അത് തന്നെ വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ, സ്തോത്രം, അതിനെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെ നമുക്ക് പൊട്ടിക്കണം. നമുക്കറിയില്ല, പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ദൈവത്തെ നിശ്ചയമായിട്ടും നിഷേധിച്ചിട്ടുണ്ടാവും. എല്ലാവരും വിശുദ്ധന്മാരും എല്ലാവരും കർത്താവിനെ പഥ്യമായി ആരാധിച്ചിട്ടുള്ളവരുമായിരിക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലീനിയേജിൽ, നമ്മുടെ ജീനിയോളജിയിൽ വന്നു കയറിയ, അബദ്ധത്തിൽ വന്നു കയറിയ, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ച എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, സ്തോത്രം, പിൽക്കാലത്ത് ജനിച്ചതായ തലമുറകൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം. നമ്മുടെ തെങ്ങ്, മലയാളക്കരയിൽ നമുക്ക് നല്ല പരിചയമുള്ളതാണ് തെങ്ങ്. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതിനെ മണ്ടരി കുത്തി എന്ന് നമ്മൾ പറയും ചിലതിനെ. എങ്ങനെയാണ് മണ്ടരി കുത്തിയത്? അതൊരു പ്രത്യേക ജീവിയായിരുന്നു. അത് വന്ന് നല്ല തെങ്ങിനെ വന്ന് കുത്തി. സംഭവിക്കുന്നത് അടുത്ത പ്രാവശ്യം ഉണ്ടാകുന്ന തേങ്ങ മുഴുവൻ വല്ലാത്ത ഷേപ്പിലും
അത് പൂർണ്ണ വളർച്ചയെത്താതെയും വല്ലാത്ത അവസ്ഥയിൽ അത് വീണു പോകാനിടയാകുന്നു, പ്രയോജനമില്ലാതെയായിത്തീരുന്നു. ആ ജനിച്ചതായ പുതുതായിട്ടുണ്ടാക്കിയ വെള്ളയ്ക്ക ഒന്നും അതിനെ ദ്രോഹിച്ചതല്ല, അവരുടെ പ്രശ്നം കൊണ്ടല്ല. അത് നന്നായിട്ട് കായ്ക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്തേ. പക്ഷെ പ്രശ്നമുണ്ടായത് ഈ ജീവ വന്ന് കുത്തിയതാണ് എന്ന് പറയുന്നത് പോലെ ഒരു കുടുംബത്തിനകത്ത് വന്ന് ഒന്ന് കുത്തിയിട്ട് പോയച്ചാൽ മതി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ബ്രേക്ക് ചെയ്യുന്നത് പോലെ. എന്നാൽ നമ്മുടെ സന്തോഷം ഒരു തെങ്ങിൻ്റെ ജീവിതത്തിൽ അതിന് ഒരിക്കലും മടങ്ങി വരാൻ പറ്റത്തില്ല. അതിന് വെട്ടിക്കളയുള്ളൂ നിവൃത്തി. അത് ഏറ്റവും ഒടുവിൽ അത് നശിച്ചു പോകത്തേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സന്തോഷം അങ്ങനെയല്ല. നമുക്ക് വേണ്ടി ഒരുവൻ വില കൊടുത്തിട്ടുണ്ട്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി വില കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാൽ, കർത്താവിലേക്ക് വന്നാൽ അങ്ങനെയുള്ളവർക്കൊരു വിടുതലുണ്ടെന്ന് പറയാനാണ് ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മാത്രമല്ല ഇവൻ ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യാത്മാക്കളെ തനിക്ക് വേണമെന്നുള്ളത് കൊണ്ട്. ആമേൻ. നമ്മുടെ ഏതെങ്കിലും ഭൗതിക നന്മകളെ കൊണ്ടുപോയത് പിശാചിന് തിന്നാനല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് കൊണ്ടുപോയി അവന് തിന്നാനല്ല, നമ്മുടെ വണ്ടി കൊണ്ടുപോയി അവന് തിന്നാനോ അവന് ഓടിക്കാനോ അല്ല. എന്തെങ്കിലുമൊക്കെ ഭൗതിക മേഖലയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് ദൈവത്തെ ത്യജിച്ചു പറയണം. ഈ മനുഷ്യന്റെ വിശ്വാസം ഇല്ലാതാകണം, ഇവൻ്റെ പ്രാർത്ഥനയുടെ സപ്പോർട്ട് പോകണം, ഇവൻ്റെ പ്രാർത്ഥനയുടെ അംബ്രല്ലയുടെ നിന്ന് വെളിയിൽ വരണം. അപ്പോൾ അവനെ കിട്ടും. സ്തോത്രം. വളരെ ടാക്ട്ഫുള്ളായിട്ട് അവൻ ചെയ്യുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഇത്രയും വിക്കഡ്, ഇത്രയും ദുഷ്ടനായവൻ വേറെ ആരുമില്ല. ഒരു കരുണയില്ലാതെ പ്രവർത്തിക്കുന്നവൻ. സ്തോത്രം. അനുകമ്പയില്ലാതെ പ്രവർത്തിക്കുന്നവൻ. അതിനുവേണ്ടി രോഗങ്ങൾ വരുത്തുന്നു, അസ്വസ്ഥതകൾ വരുത്തുന്നു. ആമേൻ. സംസാരങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഭിന്നതകൾ വരുത്തുന്നു. ഇത് ചിന്താഗതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ബഹളം ഉണ്ടാക്കി കഴിയുമ്പോൾ സന്തോഷത്തിന് വേണ്ടിയല്ല, മറിച്ച് എങ്ങനെയെങ്കിലും ദൈവമാണ് കണക്ഷൻ കട്ടാവണം. ആമേൻ. കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഇവനെ ഞാൻ വേട്ടയാടും, ഇവനെ പിടിക്കും. ആമേൻ. ഇമ്മാനുവേലിൻ്റെ ചിറകടിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നിടത്തോളം ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. എന്നാൽ ആ ചിറകടിയിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നേ. പക്ഷേ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അതിനെ പൊട്ടിച്ച് യുദ്ധം ചെയ്ത് നാം കയറുക. ഹല്ലേലൂയ. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു പ്രസംഗമായിട്ട് എടുക്കരുത്. ഇത് നാം ഒരു യുദ്ധത്തിലാണ്. ആത്മാവിൽ അതിനെ ജയിച്ചു പോകണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാക്കളുടെ അല്ലെങ്കിൽ മനുഷ്യാത്മാക്കളെ വെച്ചുകൊണ്ടാണ് ഇവൻ വേട്ടയാടി ജയിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് നിൽക്കുന്നത്. അവനോട് കൂടെ നരകത്തിൽ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി അവനെ ബന്ധിതരെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അത് മാത്രമല്ല, അവൻ്റെ ആയുധങ്ങൾക്കെല്ലാം അവൻ എന്തെല്ലാം ആയുധമുണ്ടെന്ന് നല്ല ബോധമുണ്ട്. അതിനെല്ലാം അവൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്. സ്തോത്രം. നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് വല്ല കോൺഫിഡൻസ് നമുക്കുണ്ടോ? അതാണ് പ്രശ്നം. തിരുവചനത്തിനകത്ത് ഓരോന്നിൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ട്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 12 മുതൽ വാക്യങ്ങൾ യുദ്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ആയുധങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അല്ലേ? സ്തോത്രം. രക്ഷ എന്ന ശിരസ്ത്രം മുതൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ആയുധങ്ങൾ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നമുക്കറിയാം, വായിക്കാറുണ്ട്, ഇതെനിക്ക് തരണമേ എന്ന് പറയാറുണ്ട്, ഇതിനെക്കുറിച്ച് പ്രസംഗം കേൾക്കാറുണ്ട്. സാത്താന് പ്രസംഗം കേൾക്കാനെങ്ങും പോകാറില്ല, സാത്താൻ ഇതെങ്ങും വായിക്കാൻ വേണ്ടി പോകാറില്ല. പക്ഷെ അവന് നല്ല കോൺഫിഡൻസ് അവൻ്റെ ആയുധങ്ങളെക്കുറിച്ച്. ഒരിക്കൽ ഒരു ഭക്തരായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് നിരാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിരാശ എന്ന് പറയുന്നത്. കാര്യം നിരാശപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ ഭക്തനാണെങ്കിലും അവൻ പറയും എനിക്ക് മരിച്ചാൽ മതി. ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ പ്രാർത്ഥിച്ച് തീയിറക്കിയവനാ. ബാലിൻ്റെയും അശേരയും പ്രതിഷ്ഠയുടെ പ്രവാചകന്മാരെ മുഴുവൻ വെട്ടാൻ ഒറ്റ വാക്കിന് മുമ്പിൽ ഇടിയായി തീർന്നവനാ. ദൈവത്തിന് വേണ്ടി ഒരു രാജ്യത്തെ മുഴുവൻ മുട്ടുമടക്കിച്ചവനാ. സ്തോത്രം. പക്ഷേ ഒരു സ്ത്രീയുടെ ശബ്ദത്തിന് മുമ്പിൽ, ആ സ്ത്രീ വെറും സ്ത്രീ ആയിരുന്നില്ല. ആമേൻ. ഇസബേൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരുന്നത് ഒരു പൈശാചിക മേഖലയുടെ രാജകീയ ശക്തിയാണ്. അതിനെ കേട്ടിട്ട്, അതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഭയന്നുപോയി. പിന്നെ അവൻ പറയുന്നത് എനിക്ക് മരിച്ചാൽ മതിയെന്ന്. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവനെ മരിക്കാനായിട്ട് വിട്ടില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാനിടയായി.
നമ്മുടെ സമയം വരുന്നതിന് മുമ്പേ ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവഭക്തന്മാരെ, പ്രാർത്ഥിക്കുന്ന പ്രിയരെ, നമ്മുടെ സമയം വരുന്നതിന് മുമ്പേ എടുത്തു കളയാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അതിന് ഉറപ്പുണ്ടാകട്ടെ. ആമേൻ. ദൈവഭക്തന്മാരുടെ, ദൈവജനത്തിൻ്റെ പ്രാണങ്ങളെ അവൻ്റെ ജീവഭാണ്ഡത്തിൽ അവൻ കെട്ടിവെച്ചിരിക്കുന്നു. അതിനെ അടിച്ചുകൊണ്ട് പോകാൻ പിശാചിന് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പിന്നെയും നാം മുന്നോട്ട് പോകുമ്പോൾ പ്രകാരം കാണാൻ കഴിയുന്നു. ആമേൻ. അവനേക്കാൾ ശക്തനായ ഒരുവൻ വരും എന്നവൻ അറിയാം. പിശാചിനുള്ള അത്രയും വിശ്വാസമെങ്കിലും ദൈവമക്കൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പണ്ടൊരാൾ പറഞ്ഞു. കാര്യം വചനം പറയുന്നു, പിശാച് താനും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുക, നമുക്കൊരു പരിധിക്കപ്പുറം വിശ്വാസവും പോരാ, നമുക്ക് വിറയലും ഉണ്ടായിട്ടില്ല. എന്നാൽ സാത്താൻ എന്ത് ചെയ്യുന്നു? നല്ല വിശ്വാസിയാണ്, ഏറ്റവും വലിയ വിശ്വാസിയാണ് സാത്താൻ. സാത്താൻ ഈ കാര്യം പറയുമ്പോൾ അവന് നല്ലവണ്ണം അറിയാം, ബോധ്യം വരുന്നുണ്ട്. നമ്മളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ആദ്യം പറയും, ഓ ചുമ്മാതാ, ഒത്തിരി ഞങ്ങൾ കേട്ടിട്ടുള്ള. പിന്നെ പറയാ, നോക്കട്ടെ, ഒക്കുവാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. സാത്താൻ ആ പ്രശ്നമേ ഇല്ല, അവന് നല്ലവണ്ണം അറിയാം. ഇന്ന് കർത്താവ് എഴുന്നേക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനറിയാം കർത്താവ് എഴുന്നേറ്റിരിക്കും എന്നവനറിയാം. അവൻ്റെ രാജ്യം തകരുമെന്ന് അവനറിയാം. ദൈവം എഴുന്നേക്കുന്നവരെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എങ്ങനെ ചിതറുന്നറിയാമോ? പുക പതറുന്നത് പോലെ, തീങ്കൽ മെഴുക ഉരുകുന്നത് പോലെ. ഞാൻ ഈ വചനങ്ങൾ പറയുമ്പോൾ തന്നെ ആത്മാവിൽ ഏറ്റെടുക്കുക. ദൈവം ചിലയിടങ്ങളിൽ പ്രവൃത്തി അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കോട്ട കെട്ടിയിരിക്കുന്നിടത്ത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ് ഉരുകുന്നത് പോലെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയം. പക്ഷേ കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുന്നത്, അവൻ വിജയശ്രീലാളിതനല്ല, തൽക്കാലം ജയിച്ചു നിൽക്കുക അവൻ. പക്ഷെ വചനം പറയുന്നത് അവൻ തോൽക്കാതെ നിൽക്കുന്ന ഒരു പുള്ളിയല്ല, അവനെ അടുത്ത നിമിഷം തകിടം മറിക്കാൻ പോവുക. ദൈവം ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? തോറ്റ് തുന്നം പാടി ആദാമിൻ്റെ മക്കൾ ഓടിപ്പോവുക. ഈ ഓടിപ്പോകുന്ന തോറ്റുപോയ മനുഷ്യനെ തന്നെ തിരിച്ചു വിളിച്ചേച്ച് ആയുധങ്ങൾ നൽകി, സ്നേഹം നൽകി, ശക്തി നൽകി, അതോറിറ്റി നൽകി, ഈ മൺകൂടാരത്തിലിരിക്കുന്ന മൺപുഴുക്കളാകുന്ന മനുഷ്യരെ തന്നെ ആത്മമണ്ഡലത്തിൻ്റെ വലിയ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന വീണുപോയ ഭൂതാത്മാക്കളെ വെട്ടി ഇടാൻ ദൈവം അധികാരം തരുന്നു എന്നുള്ളതാണ്. ഓ, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവത്തിന് വലിയ സന്തോഷമാണ്. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവയെ ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ഇന്ന് രാത്രി നമ്മുടെ കാലുകളെ ഒന്ന് ബലപ്പെടുത്തിക്കേ, പ്രാർത്ഥനയാൽ കാലുകളെ ഒന്ന് ബലപ്പെടുത്തിക്കേ. എന്നെ ചുറ്റിയ പാമ്പിനെ ഞാൻ ചവിട്ടി താഴ്ക്കാൻ പോവുകയാണ്. തിരുവചനം പറയുന്നത്, പാമ്പുകളുടെ മുകളിലൂടെ, തേളികളുടെ മുകളിലൂടെ ചവിട്ടി നടക്കുമെന്ന. trampling over them in the name of Jesus. Hallelujah. ഇനിയും അതിനെ ഒരു തെളിവായിട്ട് ഞാൻ പറയാം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഗോലിയാത്ത് എന്ന് പറയുന്ന ആളിനെ നമുക്ക് അറിയാം. സൺഡേ സ്കൂൾ മുതൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഈ വലിയ നെടുങ്കനായ വലിയ മല്ലനായ ജയന്റ്, അവൻ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് അലറിയാൽ മൈലുകൾക്കപ്പുറം വരെ ശബ്ദം കേൾക്കും. അവൻ്റെ ശബ്ദം കേട്ടാൽ ഇസ്രായേലിൻ്റെ പടനായകന്മാരെല്ലാം പിൻവാങ്ങി ഓടും. അതിനകത്തൊരു ശക്തിയുണ്ട്, അതിനകത്തൊരു പവറുണ്ട്. അവനൊരു മല്ലന, അവൻ്റെ ജനനം തന്നെ വലുതായിട്ടാണ്, വലിയൊരു പുള്ളിയായിട്ട്. സ്തോത്രം. അവനെ സാധാരണക്കാർക്ക് വഹിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളവനാണ് നിന്നുകൊണ്ട് പറയുന്നത്, ഷോണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ, മല്ലയുദ്ധത്തിന് വേണ്ടി വിളിക്കുക. എല്ലാവരും കൂടെ ഒന്ന് യുദ്ധം ചെയ്യണ്ട, ആരെങ്കിലും ഒരാൾ വന്നാൽ മതി. അതിൻ്റെ അർത്ഥം ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്കിനി ഒരു നാളും ജയിക്കാനൊക്കത്തില്ല. കണ്ടോ അവരുടെ മനസ്സിരിപ്പ്? മനസ്സിലായോ? അവരെല്ലാം യുദ്ധം ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് വരും. ശൗലിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ബലപ്പെടും, മുന്നോട്ട് വരും. പക്ഷേ ഇവൻ വന്ന് 2 വാക്ക് പറയുമ്പോൾ ഓടും. കൊടുങ്കാറ്റ് പാറിപ്പോകുന്നത് പോലെ, മേഘപ്പാളികൾ പാറിപ്പോകുന്ന പോലെ ഇസ്രായേൽ ജനം ഓടുന്നേ. എന്നാൽ അതിന് നടുവിൽ ഒരു കൊച്ചു പയ്യൻ. അവൻ്റെ പ്രത്യേകത എന്താ? അവനെ രഹസ്യത്തിൽ അഭിഷേകം ചെയ്തതാ. ദൈവം അഭിഷേകം ചെയ്തൊരു കൊച്ചു ബാലൻ. വലിപ്പത്തിന് അതൊന്നും കാര്യമൊന്നുമില്ല. സ്തോത്രം. ആമേൻ. ആൾക്കൂട്ടത്തിനകത്തും സ്വാധീനങ്ങൾക്കകത്തും കാര്യമില്ല.
അതൊക്കെ ഉള്ള ഇടങ്ങളുണ്ട്. അത് വലിയ വിജയമൊന്നുമല്ല. സ്തോത്രം. സാത്താൻ ഇപ്പോഴും വിചാരിച്ചു വച്ചിരിക്കുന്നത് ആൾക്കാരെ കൂട്ടിയാൽ, ആമേൻ, ശബ്ദം വച്ചാൽ എന്തെങ്കിലും നടക്കുമെന്ന. എന്നാൽ ഒന്നും വേണ്ട. പ്രാർത്ഥിക്കാൻ മടങ്ങുന്ന മുഴങ്കാലുകളുണ്ടെങ്കിൽ, ദൈവത്തോട് കരയാൻ കണ്ണുകളുണ്ടെങ്കിൽ, നീർച്ചാലുകൾ വറ്റിപ്പോകാത്ത കണ്ണുനീർ തടങ്ങളുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഓർക്കണം, ദൈവം എങ്ങനെയൊക്കെയോ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഓ, സ്തോത്രം ചെയ്യുന്നു. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ വിചാരിച്ചത് അവൻ ചാമ്പ്യനായിട്ടിരിക്കുമെന്നാണ്. അവൻ എക്കാലവും ഭരിക്കുമെന്നാണ് അവൻ വിചാരിച്ചേ. ഞാൻ പണ്ടത്തെ പോലെ അലറിയാൽ എല്ലാവരും ഓടുമെന്നാണ് വിചാരിച്ചേ. എന്നാൽ അങ്ങനെ ഓടാൻ പറ്റാത്ത ഒരുവൻ വന്നിരിക്കുക. ഇസ്രായേലിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ ചൂട് പിടിക്കുന്ന ഒരുത്തനുണ്ട്. അവനാണ് ദാവീദ്. അവനെ ദൈവം ബലപ്പെടുത്തി. സ്തോത്രം. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ആമേൻ. ഒരു ചെറിയ കല്ലുകൊണ്ട്, ആമേൻ, 40 ദിവസം ഓടിയവരായവർ. ഈ ജനം പട്ടാളക്കാരാ, മുഴുവനാണ് ഓടി. പക്ഷെ ഒരു കല്ലിൻ്റെ ആവശ്യം പോലുമില്ല കേട്ടോ. ദൈവം നമ്മെ ബലപ്പെടുത്തിയാൽ, പറയട്ടെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ കല്ല് മതി. ചിലത് ഉരുണ്ടു വീഴാൻ പോവുകയാണ്. ചില ചാമ്പ്യന്മാർ വീഴാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൂതായിട്ട് കൈമാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് വലിയ ദുഷ്ടതന്ത്രങ്ങൾ, വർഷങ്ങൾ പതിയിരുന്ന പോരുകൾ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന് മുമ്പിൽ വീഴാൻ പോവുകയാണ്. ഈ അഭിഷേകത്തോട് കയറി വരണം. ദാവീദ് അന്ന് പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് ഞാൻ യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞ അഭിഷേകമുണ്ടല്ലോ, വെറുതെ പറഞ്ഞതല്ല. അവനെ അഭിഷേകം ചെയ്തു. അവനെ രഹസ്യത്തിൽ അഭിഷേകം ചെയ്തു. ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ അതോറിറ്റിയാണ്, ഈ പവറാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും, ശക്തി ലഭിക്കും. ആമേൻ. ചിലതിനെ ഉരുട്ടിയിടാൻ ഒറ്റയടിക്ക് ആമേൻ, ഒറ്റ ഏറിന് താഴെ ഇടുന്നത് പോലെ ഇനി അവയെ കാണുകയില്ല, ഇനി അവൻ അലറുകയില്ല, ഇനി അവൻ നിന്റെ നന്മ എടുത്തോണ്ട് പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ തകരുവാൻ കൽപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തകരുക. ജീസസ് നെയിം.